നമ്പ്യാരെ എല്ലാം പറഞ്ഞോ ഇവനോട്? പറഞ്ഞു കൊടുത്തോടോ കാര്യങ്ങള്. പറഞ്ഞു. ആ വിൻസെന്റ്, ഇതിപ്പോ നിന്റെ സേഠ്ജിയുടെ വിവരങ്ങൾ ചോർത്തി തരുന്നതിന് മാത്രമുള്ള പ്രതിഫലമല്ല. ഭായി നിനക്ക് തരുന്ന വില കൂടിയായത്. നിന്റെ തീർവില എന്നും വിശ്വസ്തനായിട്ടിരിക്കാൻ ഓർമ്മ വേണം. ആ കൈ കിട്ടിയ കൊന്നുകളയാനുള്ള വാശിയില് ആണ്ടവനും സേഠ്ജിയുടെ ആൾക്കാരും ചുറ്റി നടപ്പുണ്ട്. അവരുടെ കണ്ണിപ്പെടാൻ പാടില്ല. ദാ ഇവൻ പറഞ്ഞ സ്ഥലത്ത് കാറിൽ വെയിറ്റ് ചെയ്യും. വീട്ടിലെത്തി പണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് രാത്രി തന്നെ ഗോവയ്ക്ക് പുറപ്പെട്ടോണം. ദാ ചന്ദൻ ഭായിയോടൊപ്പം. ഇനി ഭായി ഉണ്ടടാ നിന്റെ രക്ഷയ്ക്ക്. അറിയാം. ആ പേടിക്കണ്ട, ധൈര്യമായിട്ട് വയ്ക്കോ. No, Jessie, don't. No, Mama. This is Vinny. I know. Jessie, don't shout. ഇത് ഞാനാ. എന്റെ അമ്മച്ചി പേടിച്ചു. മമ്മ, Vinny. I said don't shout. മോനെ. മമ്മ. എവിടെയായിരുന്നടാ നീ? എത്ര ദിവസമായി മമ്മ നിന്നെ ഒന്ന് കണ്ടിട്ട്. അയ്യേ, അതിനാരെങ്കിലും ഇങ്ങനെ കരയുമോ അമ്മ? ഇപ്പൊ ഞാനിങ്ങ് വന്നില്ലേ? ബട്ട് വിന്നി, നീ ഇപ്പോഴും വന്നിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ഇറങ്ങി പോയതേ ഉള്ളൂ. നിന്റെ പഴയ ഫ്രണ്ട്സ് നീ എവിടെ ഒന്ന് ചോദിച്ചിട്ട്. Are you in some trouble, Vinny? Hey, nothing. പപ്പ കൂടെ കാണാൻ വേണ്ടിട്ടാ. പപ്പയ്ക്ക് സന്തോഷമാവും. അഥവാ പിന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പപ്പ കൊടുത്ത വാക്ക് വലിക്കാൻ വേണ്ടിട്ടാ. പപ്പ എന്നോട് ക്ഷമിക്കും. ഇല്ല അമ്മ? നീ എന്തൊക്കെയാ മോനെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് മോനെ ഇത് പ്ലീസ് മമ്മ, നോ ക്വസ്റ്റ്യൻസ്. ഇനി എന്റെ പെങ്ങളെ ഇഷ്ടമാണ്, ലവ് ആണ് എന്നൊക്കെ വെറുതെ പ്രോമിസ് ചെയ്തിട്ട് പിന്നെ പണം പോരാന്ന് പറഞ്ഞ് ലാസ്റ്റ് മിനിറ്റിൽ ഡിച്ച് ചെയ്ത് പോരുതൊരുത്തനും. പപ്പ ജീവിച്ചിരുന്നപ്പോ നിന്റെ മൈക്കിളിനോട് വാക്ക് പറഞ്ഞ മുഴുവൻ എമൗണ്ടും ഉണ്ട് ഇതില്. ശരിക്കും അമ്മ, ഞാൻ അവരോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നാളെ കഴിഞ്ഞ് അവർ നമ്മുടെ പള്ളിയിലോട്ട് വരും. മൈക്കിളിന്റെ അങ്കിളും പപ്പയും. ഇത്രയും പണം കൊടുത്ത് മമ്മയെ തനിച്ച് വിട്ടാ പോരാ, കൂടെ നീയും പോണം. കാര്യങ്ങളൊക്കെ നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കണം, കേട്ടല്ലോ? ഏയ് കമോണ്ടാ. പപ്പ ഉണ്ടായിരുന്നില്ല വലിയ വലിയ മന്ത്രിമാരെ നേതാക്കന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി നല്ല സ്റ്റൈലായിട്ട് നടത്തിയേനെ ഈ വീട്ടിലെ ആദ്യത്തെ കല്യാണം. ഇല്ല അമ്മ? ഇത് കല്യാണ ചെലവിന്. പിന്നെ നിമ്മി, ഇത് നിനക്ക് പതിവ്. നാടി. Bye, girls. What did you? God bless you, my son. Good night. എന്റെ മമ്മ ഒന്നും ചെയ്യില്ല. പ്ലീസ്, എന്തുവേണമെങ്കിലും ചെയ്യാം. வின்சென்ட், சேட்ஜிக்காக இல்ல, விஸ்வேட்டம் சொல்லித்தான் வந்திருக்கேன். உன்னை கூட்டிட்டு போக வா, போலாம். ഇല്ല മമ്മ, വിശ്വട്ട് ഇടപെട്ട സ്ഥിതിക്ക് ഇനി ഒന്നും പേടിക്കാനില്ല. ഐ വിൽ ബി ഓൾറൈറ്റ് മമ്മ, ഐ വിൽ ബി സേഫ്. വിശ്വട്ട് രക്ഷിച്ചോളൂ എന്നെ, ഉറപ്പാ എനിക്ക്. Pray for me. போலாம்.
ആര് വിളിച്ചാലും വേണ്ടാന്ന് പറഞ്ഞിരുന്നതല്ലേ മോളെ? ഇത് സേഠിയാ. ഗുഡ് നൈറ്റ്. വിശ്വനാഥൻ. നോ, ഡോണ്ട് ടച്ച് ഹിം. ഇനി ഞാൻ എത്തുന്നത് വരെ ഒരു തരി മണ്ണ് പോലും നുള്ളിയിടാൻ പാടില്ല അവന്റെ ദേഹത്ത്. ഐ ആം കമ്മിങ് ഡൗൺ. അടിച്ചതാരാടാ നിന്നെ? ആണ്ടവനോ സേഠ്ജിയോ? അടിച്ചതല്ല, ചവിട്ടിയതാ അല്ലേടാ? ഷൂസ് ഇട്ട കാലുകൊണ്ട്. വിശ്വേട്ടാ, അത് വന്ന് ആണ്ടവൻ, ഇത് കോയമ്പത്തൂരിലെ നിന്റെ മായാണ്ടിക്കുപ്പമല്ല, കൊച്ചിയാ, വിശ്വനാഥന്റെ കൊച്ചി. കരുത്തും കയ്യൂക്കുമുള്ള അംഗരക്ഷകന്മാരെ കൊണ്ട് താൻ തന്നെ കണക്കുകൾ നേരിട്ട് തീർപ്പിക്കാമെന്നായെങ്കിൽ പിന്നെ മേലാൽ ഒരു തവണ കൂടി ഇങ്ങനെ വന്നു പോകരുത് വിശ്വനാഥന്റെ സമക്ഷത്ത്. ജി എടോ ഹരിവംശീലാൽ പന്നാലാൽ, ഒരിക്കൽ തന്നെ സേവിക്കാൻ ഇറങ്ങി കസ്റ്റംസുകാരുടെ വലയിൽ ഇവൻ അകപ്പെട്ടപ്പോ രക്ഷിച്ചെടുക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല താൻ. അന്നൊരൊറ്റ തുള്ളി രഹസ്യം പോലും ചോർന്നു പോകാതെ വല പൊട്ടിച്ചുവനെ പുറം ലോകം കാണിച്ചത് താനല്ല, വിശ്വനാഥനാ. ഈസ് മൈ പ്രോപ്പർട്ടി, മൈ സോൾ പ്രോപ്പർട്ടി. വിശ്വസിച്ച് കൂടെ നിന്നവനെ ഒരാപത്ഘട്ടത്തിൽ താൻ കൈവിട്ടു. പകരം നിവൃത്തിയില്ലാതെ വന്നപ്പോ അവനും. ദാറ്റ്സ് ഓൾ. ലെവൽ അല്ലേടാ? യു നീഡ് എ സ്റ്റിഫ് വൺ. ഒന്ന് തണുക്കട്ടടാ. ഒറ്റ വലി. ജെസ്സിയുടെ കല്യാണ ചെലവിനുള്ള പണം ഭദ്രമായി വീട്ടിലെത്തിച്ചു അല്ലേടാ? ആരാ തന്നത്? നമ്പ്യാർ അതോ ചന്ദൻ ഭായി നേരിട്ടോ? രണ്ടാളും അല്ലേ? എനിക്കറിയാം വിന്നി നിന്റെ പ്രശ്നങ്ങൾ. എനിക്ക് മനസ്സിലാവും. തുറമുഖ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് സർവവും പരിത്യജിച്ചൊടുവിൽ മക്കൾക്ക് പിഴയ്ക്കാൻ ഒന്നും തേടിവെക്കാതെ മരിച്ചുപോയ സഖാവ് പീറ്റർ ഫിലിപ്പിന്റെ മകന് ഒരൊറ്റുകാരനാവേണ്ടി വന്നത് ചതിക്കാനുള്ള വാസനാബലം കൊണ്ടാവില്ല. എനിക്കറിയാം. കെട്ടുപ്രായം എത്തി നിൽക്കുന്ന 3 പെൺകുട്ടികളുടെ ഭാരം ചുമലിലേറ്റുന്നവന് ചിലപ്പോ ഒറ്റ രാത്രി കൊണ്ട് ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണമെന്ന് തോന്നാം. ചുവട് തെറ്റാം, ഭ്രമിച്ചു പോവാം. അല്ലേ വിൻസെന്റ്? വിഷേട്ട, ഞാൻ കമോൺ. ഒറ്റ വലി. ആ വിശ്വനാഥൻ, പ്ലീസ് ഹോൾഡ് ഓൺ. നിന്റെ മമ്മായ സംസാരിക്കേ. എല്ലാം ശരിയായി എന്ന് പറഞ്ഞോളൂ. മമ്മ, ഇത് ഞാനാ, ബിന്നിയാ. ഇല്ല മമ്മ, വിശ്വേട്ടൻ എന്നോട് ക്ഷമിച്ചു. എവറിത്തിങ് സെറ്റിൽഡ്. ഐ എം ഫൈൻ മമ്മ. ഞാൻ വന്നോളാം, വരും, ഷുവർ. വിശ്വേട്ടാ, താങ്ക്സ്, താങ്ക്സ് അലോട്ട്. ഞാൻ ഒരിക്കലും
കഷ്ടം. ആളെ ശേഖരേട്ടൻ അറിയും അല്ലേ? ഇയാളെ അല്ല, ഇവന്റെ അച്ഛനെ. ഒരു ഒന്നാം തരം ട്രേഡ് യൂണിയനിസ്റ്റ്. മാധവേട്ടനൊത്ത് 2 ആഴ്ച സബ് ജയിലിൽ കിടന്നിട്ടുണ്ട് നമ്മോടൊപ്പം. സഖാവ് പീറ്റർ ഫിലിപ്പ്. ആ സഖാവിന്റെ മകൻ വിൻസെന്റ് പീറ്റർ. ദാ, ബൈക്ക് സ്കിഡ് ചെയ്ത് കായലിലേക്ക് വീണു എന്നാണ് പോലീസ് വെർഷൻ. പക്ഷേ അല്ലാന്ന് സംശയിക്കാൻ ചില ന്യായങ്ങളുണ്ട്. ആ പിന്നെ അശ്വതി, ഉണ്ണിയോ വാസുദേവനോ സിറ്റി ബ്യൂറോയിൽ നിന്ന് ആരെങ്കിലും ഒരാള് ഈ കേസിന്റെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറയണം. ആ ഓ സർ. ബീച്ച് PK. ഇവിടെ എന്തായിരുന്നു സ്റ്റോറി? ആരുടെയാ പ്രസംഗം? ശേഖരേട്ടാ, അത് ഒന്ന് വാതറന്ന് പറയടോ. അല്ല, അത് ചരൽക്കുന്നിലെ യൂത്ത് ക്യാമ്പില്. എന്താടോ, പണ്ടത്തെ പോലെ പട്ടാപ്പകൽ വല്ല പെൺകുച്ചങ്ങളെങ്കിലും പിടിച്ചോ കുട്ടി നേതാക്കന്മാര്? അയ്യോ അല്ല, പിന്നെ ക്യാമ്പിൽ ഇന്ന് ഉച്ചയ്ക്ക് PK ചെയ്ത പ്രസംഗത്തിന്റെ റിപ്പോർട്ട് ഫ്രണ്ട് പേജിൽ വെണ്ടയ്ക്കാവട്ടത്തിൽ തന്നെ വരണം. പതിവ് പോലെ PK തന്നെ ഫോൺ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തു തന്നോടല്ലേ? അത് അപ്പൊ ചുമ്മാതല്ല പഴയ യൂത്തിനൊരു ഓവർ എന്തൂസിയാസം. കണ്ടില്ലേ മാധവേട്ട, ഖദറിനിടയിൽ കൂടെ രോമാഞ്ചം ഇങ്ങനെ ചാടി പുറത്തു വരുന്നത്. ദാ, എന്നിട്ട് എവിടെയോ മാറ്റർ കാണട്ടെ. അത് കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് കാറില്. അരവിന്ദേട്ടാ, നമ്മുടെ നേതാക്കന്മാർ വന്നിരിക്കുന്നു. ആ താഞ്ചല്ലേ. ഹലോ അരവിന്ദൻ. ഹലോ. ഹലോ നമസ്കാരം. മിസ്റ്റർ ശേഖരൻ, ചീഫ് എഡിറ്റർ അല്ലേ? നമ്മൾ മുമ്പൊരിക്കല്. ആ നമസ്കാരം നമസ്കാരം. ആ അപ്പൊ പിന്നെ എങ്ങനുണ്ട് ജാഗ്രത? എങ്ങനുണ്ട് സർക്കുലേഷൻ? എന്താ സർക്കുലേഷന്റെ കണക്കെടുക്കാൻ വന്ന സാറാണോ? അയ്യോ ശേഖരേട്ടാ, ഇത് അറിയാമടോ, കൊടിപ്പുള്ളി സുരേന്ദ്രൻ XMP. പണ്ടൊരു ഉടങ്കല്ലി സൈക്കിളും കൊണ്ട് ദിവസം ഒരു 56 തവണ കേറിയിറങ്ങി നിരങ്ങും ഈ പത്രമാഫീസിന്റെ തിണ്ണയില് ഓരോരോ നേതാക്കന്മാരുടെ പ്രസ്താവനയും കൊണ്ട്. എന്നിട്ട് ഈ വാതൊക്കെ വന്നിന്ന് പട്ടിയെ പോലെ അണയ്ക്കുമ്പോ ഉണ്ണിയപ്പവും വാഴയ്ക്കാവടയും പാൽച്ചായയും വരുത്തി കൊടുക്കും ഈ മാധവേട്ടൻ. എന്താ അറിയൂ? തിരുവിതാംകൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു പഴയ ജനറൽ സെക്രട്ടറിയാ മാധവ്ജി. അയ്യോ മാധവേട്ട, ഞാൻ പെട്ടെന്ന്. ഏയ് സാരമില്ലടോ. ആ മതി മതി. പിന്നെന്താ കുടിപ്പുള്ളി ഈ വഴിക്ക്? അത് പിന്നെ നമ്മുടെ PKയുടെ ഒരു പ്രസംഗം. എവിടെ മാറ്റർ കാണട്ടെ. കൊടുക്കണു. ആ എടുക്ക്. കാളവണ്ടി യുഗത്തിലേക്ക് തിരിച്ചു പോകണം. PK ആൻഡ്രൂസ്. ഇത് തന്നെ അല്ലടോ ഇയാൾ കഴിഞ്ഞ പോലെ ആലപ്പുഴയിലും പ്രസംഗിച്ചത്. ഇതൊന്ന് വായിച്ചേ, കണ്ണു പറ്റുന്നില്ല. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ലക്ഷറി കാറുകളിലും ബാറുകളിലും വായിക്കടോ. പുരോഗതിയിലേക്ക് കുതിക്കുന്ന നഗരങ്ങളിലും വിമാനസഞ്ചാര സുഖങ്ങളിലുമല്ല, കാളവണ്ടി യുഗത്തിൽ നിന്ന് കരകയറിയിട്ടില്ലാത്ത ഗ്രാമങ്ങളിലാണ് ഭാരതത്തിന്റെ ആത്മാവ് ഉറങ്ങുന്നത്. പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി പ്രവർത്തകർ നഗ്നപാതരായി. മതി നിർത്ത അവന്റെ നഗ്നപാദം. എടോ അരവിന്ദൻ, ഓ അന്തി മയങ്ങുമ്പോ ഗാന്ധി മൈതാനത്ത് പോയി നിന്നാല് നല്ല ഒന്നാം തരം ചരിത്ര പ്രസംഗം കേൾക്കാം. അത് കുറിച്ചുകൊണ്ട് വന്നാ മതി, പത്രത്തിൽ കൊടുക്കാം. അതിന് സത്യസന്ധതയുണ്ട്, ഇതിന് അതില്ല. വെച്ചോ ശേഖരേട്ട. ഞാൻ എടോ, ആദ്യം ആരാന്റെ പേരെടുക്കാൻ സ്പെഷ്യൽ ഫ്ലൈറ്റിൽ ഡൽഹിക്ക് പറഞ്ഞതിന്റെ ചെലവ് കാശ് സർക്കാർ ഖജനാവിൽ കൊണ്ട് അടച്ച് രസീത് വാങ്ങാൻ പറയണം തന്റെ ആൻഡ്രൂസ് പുണ്യവാളനോട്. എന്നിട്ട് മതി മുക്കിന് ആദർശ പ്രസംഗം. എന്റെ പൊന്ന് ശേഖരേട്ട, ഞാൻ എടോ അനിയ, എന്തോ ദേ ഇതിങ്ങനെ തേച്ച് വെടിപ്പാക്കി ഇരുമ്പും കൂട് പോലെ പോച്ചുകൊണ്ട് നടന്നാ പോരാ. കുറഞ്ഞ പക്ഷം ഇതിന് മുക്കുന്ന കഞ്ഞിപ്പശയുടെയെങ്കിലും ബലമുള്ളൊരു നട്ടല്ലൂടെ ഉണ്ടാക്കിയെടുക്കണം ഇതിനകത്ത്. എങ്കിലേ നന്നാവൂ നിന്റെയൊക്കെ പ്രസ്ഥാനം. ഹലോ, ആരാ? ആ ജസ്റ്റ് മിനിറ്റ് സർ. ആരാ? DIG സഭാപതി. ആ അകത്തേക്ക് ത്രൂ ചെയ്യും, ഞാൻ ഓഫീസിൽ നിന്ന് എടുത്തോളാം. ആ ഹരിദാസ് ഇവിടെ ഇരുന്ന് മുഷിഞ്ഞു അല്ലേ? ഇരിക്കടോ, തന്റെ DIG-യാ ഡേവിഡ് സഭാപതി. ആ ശേഖരൻ, നമസ്കാരം. ആ പറയണം, എന്താ വിശേഷിച്ച്? അയ്യോ, വിശേഷിച്ചൊന്നും ഉണ്ടായിട്ടില്ല ശേഖർജി. ഇതിപ്പോ കുറച്ചു കാലമായാലും ഞാൻ വിളിച്ചിട്ട്. ആ വേണ്ടടോ, താനിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി വളച്ചു കേട്ടണ്ട. കാര്യം എന്തോന്ന് പറഞ്ഞാൽ മതി. കം ടു ദി പോയിന്റ്. അയ്യോ ശേഖർജി, അതല്ല, ഐ എം കമ്മിങ് ടു ഇറ്റ്. അതായത് നമ്മുടെ ഇന്ന് രാവിലത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ ശേഖർജി. ഏത് ഇൻസിഡന്റ്? മറ്റേ ചത്തുപോയ നമ്മുടെ പഴയ പോർട്ട് വർക്കേഴ്സ് യൂണിയൻ സഖാവിന്റെ. ആ അപ്പൊ അത് തന്നെ പ്രശ്നം. വിൻസെന്റ് പീറ്റർ, മറ്റേ ബൈക്ക് ആക്സിഡന്റ് അല്ലേ? അതെ, അത് തന്നെ ശേഖർജി, എക്സാക്ട്ലി. അതായത് ശേഖർജി,
നമുക്ക് ഈ വിൻസെന്റ് പീറ്റർ ഇഷ്യൂ എങ്ങനെയെങ്കിലും ഒന്ന് പ്ലേ ഡൗൺ ചെയ്തെടുക്കണം. ഉം. അതിന് ശേഖർജി ഒന്ന് അറിഞ്ഞ് സഹായിച്ചായിരുന്നു. ഓഹോ, അതെന്തിനാടോ അങ്ങനെ ഒരു സഹായം? ഉം. അയ്യോ, അങ്ങനെ ചോദിക്കില്ല എന്റെ പൊന്നു ശേഖർജി. ഇതിപ്പോ സ്റ്റേറ്റ് പോലീസിന്റെ ഉള്ള സൽപ്പേര് കൂടി കുഞ്ഞബ്ദുള്ളയുടെ പോയി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങള്. ഇനി ഏതിലും പോരാഞ്ഞിട്ട് നാളത്തെ അസംബ്ലിയിൽ എങ്ങാനും ഇതിന്റെ പേരിൽ ഒരു ഒച്ചപ്പാടും കൂടി ഉണ്ടായാലേ വേണ്ടേ, ബാക്കിയുള്ള സകല പത്രക്കാരെ ഞാൻ വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ സഹകരിക്കും. ആഹാ, അത് ബുദ്ധിയായാലോട്. പക്ഷെ അതുകൊണ്ട് പോരല്ലോ ശേഖർജി. ഇതിപ്പോ ഈ ഇഷ്യൂ ഒന്ന് ഇടിച്ചു താത്തണേല് അതിന് ശേഖർജിയോടും കൂടെ സംസാരിക്കണം. ഇദ്ദേഹത്തിന്റെ കയ്യും കടയും പിടിച്ചൊന്ന് പൊത്തുവരുത്തമാക്കി എടുക്കണമെന്ന് പറഞ്ഞ് തലസ്ഥാനത്തുനിന്ന് ഹോം മിനിസ്റ്റർ നേരിട്ട് വിളിച്ചതിനെ ചുമതലപ്പെടുത്തിയിരിക്കുക. അത് പിന്നെ ഇദ്ദേഹത്തിന്റെ പഴയ ശിഷ്യനും കൂടാണല്ലോ. നിർത്തോ, തന്റെ ഹോം മിനിസ്റ്ററോടൊന്ന് പറഞ്ഞേക്കണം, അവന്റെ അച്ഛ വീട്ടിൽ അടയ്ക്കാ വിറ്റ് കിട്ടുന്ന നക്കാപ്പിച്ച കാശ് കൊണ്ടല്ല. സത്യം വിളിച്ചു പറഞ്ഞാൽ അത് വായിക്കണമെന്ന് നിർബന്ധമുള്ള 10,000 ആണുങ്ങള് ഈ നാട്ടിൽ ഇപ്പോഴും ബാക്കിയുള്ളത് കൊണ്ടാ ശേഖരന് നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് ഈ പത്രം. എന്താ പറയോ താൻ? അയ്യോ ശേഖർജി, അതിപ്പോ ഞാൻ തനിക്ക് നാവിറങ്ങി പോയെങ്കിൽ വേണ്ട, നേരിട്ട് ഞാൻ വിളിച്ചു പറയാം തന്റെ ഹോം മിനിസ്റ്ററോട്. എന്താ വേണോ? അയ്യോ എന്റെ പൊന്ന് ശേഖർജി വേണ്ട, ഇദ്ദേഹം വിളിക്കണ്ട. എന്റെ പൊന്നച്ചോ, വേണ്ടേ പറഞ്ഞതിങ്ങി തിരിച്ചെടുത്തേക്കോ ഞാൻ. മാപ്പ്, എന്റെ പൊന്ന് ശേഖർജി, മാപ്പ്. വെച്ചിട്ട് പോടൂ. എന്റെ പൊന്ന് സേഡ്ജി, യുവമാരുടെയൊക്കെ ഈ ചീത്തവിളി ഒരു 10 മിനിറ്റ് കേട്ടാലുണ്ടല്ലോ വേണ്ടേ, കമർച്ചിട്ട് എനിക്ക് എന്റെ അന്തരാളത്തിൽ നിന്ന് മേൽപോട്ടെടുക്കും. ഡാഡി എന്നെ പന്നത്തരമായി കാണിക്കുന്നേ. വെച്ച് പെരുക്കി തരും ഞാൻ. അല്ല ഞങ്ങള് പിന്നെ സേഡ്ജി, ഞാനായിട്ട് വിശ്വഞ്ചോട് നേരിട്ട് ചോദിച്ചൊരു ശീലമില്ല, അറിയാലോ. പറഞ്ഞത് മുഴുവനോട് രാത്രി തന്നെ ഇങ്ങ് എത്തിച്ചു തന്നേക്കണേ. ജരൂർ ദേ ദൂംഗാ ഡിഐജി സാബ്, പേടിക്കാതെ. അല്ല, നാളെ തന്നെ ഡ്രാഫ്റ്റ് എടുത്ത് മദ്രാസിൽ എത്തിക്കാനുള്ളതാണേ, അതുകൊണ്ടാ. പുൽനാമത് ഓക്കെ? ഓക്കെ, പക്ഷെ എല്ലാം വേണ്ട പോലെ തന്നെ ചെയ്യണം. ആയിക്കോട്ടെ, സേഡ്ജി ധൈര്യമായിട്ട് വയ്ക്കോ. ശുക്രിയ. ഓക്കെ, ബഹുത് ശുക്രിയ. വണക്കയ്യ. വണക്കം. ഭൂൽനാമത്, ശുക്രിയ, വണക്കം. അയ്യ, എന്താടി, എന്താ? ഹൗ മച്ച് ഇസ് എ കിൽ ഡാഡ്? എന്നാടി? അല്ല, എത്രയാ വാങ്ങുന്നേന്ന്. ഒലക്കട മൂട്, മിണ്ടിപ്പോയത് റാസ്കിൾ. ആ പിന്നെ ഹരിദാസ്, തനിക്ക് ഇപ്പോഴും വിശ്വാസമായി ഇയാളെ, തന്റെ ഈ DIG ഡേവിഡ് സഭാപതിയെ അല്ലേ? അത് അറിയാലോ ശേഖരേട്ടാ, മുമ്പ് 4 തവണ സസ്പെൻഷനിലായപ്പോഴും എന്നെ സഹായിച്ചത് ഇദ്ദേഹം ഒരാളേ ഉള്ളൂ. അതിന്റെ ഒരു കടപ്പാടുണ്ട്. പിന്നെ അദ്ദേഹം ഇപ്പൊ ശേഖരേട്ടനെ വിളിച്ചത് ഹോം മിനിസ്റ്റർ വിളിച്ച് ശരിക്കും ഫോഴ്സ് ചെയ്താണ് ശേഖരേട്ടാ, ഉറപ്പാ. എന്തോ എനിക്കറിയില്ല, പക്ഷേ താനും ഞാനും സംശയിക്കുന്നത് പോലെ ഈ കൊച്ചിയിലെ ഓർഗനൈസ്ഡ് ക്രൈംസിന്റെ എല്ലാം പിന്നിൽ ഒരു വിശ്വനാഥൻ ഉണ്ടെങ്കിൽ പിന്നെ തന്റെ ശത്രു ആരാ മിത്രമാരാന്ന് താൻ തന്നെ തിരിച്ചറിഞ്ഞൊന്നും വരില്ല. സൂക്ഷിക്കണം. പഴയ മുഹമ്മദ് ഉണ്ണി കൊലക്കേസിൽ തന്നെ കുടുക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു പോയ ഹരിദാസ് തന്നെയാണ് നാളത്തെ ജാഗ്രതയിൽ അടിച്ചു വരുന്ന വാർത്തകൾക്കു പിന്നിലെ സോഴ്സ് എന്ന് മറ്റാരും ഊഹിച്ചില്ലെങ്കിലും വിശ്വനാഥൻ ഊഹിച്ചെടുക്കും. സോ വെറുതെ അളന്ന് ചെറുതാക്കണ്ട അവനെ. അപകടത്തിന്റെ ചൂരെത്ര അകലെ നിന്നായാലും ശരി, അത് മണപ്പിച്ചു പിടിക്കാൻ വല്ലാത്തൊരു ഘ്രാണശേഷിയുള്ള മൃഗമാ എന്റെ ഈ പഴയ രാഷ്ട്രീയ ശിഷ്യൻ വിശ്വനാഥൻ. അത് ഓർമ്മ വേണം എപ്പോഴും. എത്രയായി ചേട്ടാ? ഇതെന്താ ചെവി പുറകോട്ടാ, അതോ വായിൽ നാക്കില്ലേ? അതേ ചേട്ടാ, ദേ എത്രയായിന്ന്. കുഞ്ഞ് കൃത്യം മീറ്ററിൽ കാണുന്ന കാശ് തന്നെച്ചാ മതിയേ. അയ്യയ്യേ, അതെന്നെ ഇടപാടാ ചേട്ടാ. ആണുങ്ങളായത്തിൽ ഒരു വാശിയൊക്കെ വേണ്ടേ? എന്റെ പൊന്നു മോളെ, കുഞ്ഞ് ഒന്നും തന്നില്ലേലും വേണ്ട, പരാതിയില്ല. ഞാനങ്ങ് പൊക്കോളാവേ. എങ്ങനെ 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 എന്തു മോള്? ഇന്നലെ കണ്ടപ്പോ കായും പൂവൊക്കെ ചേർത്ത് വേറൊരു മോളായിരുന്നല്ലോ ചേട്ടാ. അയ്യോ, എന്നെ മോള? കഴുവേ. എന്റെ പൊന്നു കുഞ്ഞെ, ഒന്നും പറയല്ലേ, ഒന്നും വേണ്ട, എനിക്ക് ഒന്നും തരണ്ട. ഈ പാവത്തിനെ ഒന്ന് വിട്ടേച്ചാ മതി. അയ്യടാ, നല്ല പാവം. ഇന്നലെ ടൗൺ ഹാളിന്റെ മുമ്പിൽ എന്തായിരുന്നു ഈ നേരത്തെ ഒരു പ്രകടനം? മീറ്ററിൽ കാണുന്നത്, പിന്നെ അതിന്റെ പകുതി, അതിന്റെ മുക്കാല്, പിന്നെ അതിന്റെ കാല്. സത്യം പറയാലോ, ഇന്നലത്തെ വഴക്കിന്റെ ബാക്കി ഇന്ന് തീർക്കാലോ എന്നുള്ള ഒറ്റ പ്രതീക്ഷയില ഞാൻ സ്റ്റാൻഡിൽ വന്ന് കാത്തു നിന്ന് ചേട്ടനെ തന്നെ തപ്പി പിടിച്ചത്. പറ വെയിറ്റിംഗ് ചാർജ് കൂടുവേ. എന്റെ പൊന്നുകുഞ്ഞെ മാപ്പ്. ഇന്നലെ എന്റെ കഷ്ടകാലത്തിന് കൊച്ചു ശേഖരേട്ടന്റെ മോളാണെന്ന് അറിയാതെ ഞാൻ ഏതാണ്ടൊക്കെ. എന്താടാ, എന്താ ഇവിടെ? അയ്യോ സാറേ, ഒന്നുമില്ല സാറേ. ഒന്നുമില്ലെങ്കിൽ പിന്നെ നടുറോട്ടി കമ്മിറ്റി കൊടുന്നോടാ കള്ളം. അല്ല സാറേ, ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് ഓട്ടം വന്നതിന്റെ കണക്ക്. എന്താ എന്താ പ്രശ്നം?
കാര്യം ചോദിക്കുമ്പോ കണ്ണിറുക്കി കാണിക്കുന്നോടി. അയ്യോ സാറേ ദേ ഒരു മിനിറ്റ്. അയ്യടാ, കണ്ടാലുടനെ കണ്ണിറുക്കി കാണിക്കാൻ പറ്റിയൊരു പീസ്. അല്ല, നമ്മൾ ആരാ സാറേ? പോലീസ് യൂണിഫോമിൽ പെട്രോളിന് ഇറങ്ങിയ പൂങ്കൃതി കാമനോ അതോ ഗന്ധർവനോ? പോക്കൃത്തരം പറഞ്ഞാൽ അടിച്ചതിന്റെ ഒന്ന് വന്നേ, ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് വരാൻ വിടറോ. ഇവളെ ഇന്ന് ഞാൻ ചുമ്മാ വരട്ടല്ലേ സാറേ. കുഞ്ഞിന്റെ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. മിനിറ്റ് സാറേ, ഞാൻ ഈ പൂങ്കൃതി കാമന്റെ പേരൊന്ന് വായിച്ചോട്ടെ. തോമസ് വാഴയ്ക്ക. അയ്യേ, നിന്നെ ഞാൻ ഓ സോറി, തോമസ് വാഴക്കാലി. റിയലി സോറി. പക്ഷേ നല്ല അസല് മുഖപരിചയം. നമ്മൾ ഇതിനു മുമ്പ് ഓ യെസ്, കിട്ടി. അല്പം മൂത്ത് നരച്ചെങ്കിലും കല്യാണം കഴിച്ചത് ഈയിടെ, വെരി റീസെന്റ് അല്ലേ? അല്ല, അടുത്തിടയ്ക്ക് മാനസമൈനയിൽ കണ്ടിരുന്നു കല്യാണ ഫോട്ടോ. പിന്നെ ചില ഗോസിപ്സും. ഇളിച്ചോണ്ട് നിൽക്കാതെ പറഞ്ഞു വിടറോളെ. മോളേതെ ഒന്ന് അല്ല മാവാ, ഒരു 25 ലക്ഷം രൂപയും 250 പവന്റെ ആഭരണവും കൊടുത്തിട്ട് നമ്മുടെ ആ കോലഞ്ചേരിയിൽ അക്കാരി കോൺട്രാക്ടർ വിലക്ക് വാങ്ങിച്ച അതേ വാഴക്കാലി തന്നെയല്ലേ ഈ പുള്ളി? നിർത്ത്. ഏതിനും പോരാത്ത ശേഖരേട്ടന്റെ മോളായത്. തനിക്ക് ചവിട്ടിയേ തീരൂ അല്ലേ? തന്റെ ഈ പൊന്തങ്കാലം അത്രയ്ക്കങ്ങ് തരിക്കുന്നുണ്ടെങ്കിലേ അതിന് കെട്ടിയെഴുന്നള്ളിച്ച് വീട്ടിൽ കൊണ്ടോ നിർത്തിയിട്ടുണ്ടല്ലോ നല്ല നെയ്ക്കുമ്പളങ്ങാക്കെ കൈയും കാലും വെച്ച പോലെ ഒരു ചരക്ക്. മറ്റേ അക്കാരിയുടെ ഒറ്റപുത്രി, അവളെ വേണം ചെന്ന് ചവിട്ടാൻ. എന്തായാലും കൂമ്പറപ്പുണ്ടോ വാഴക്കാലിക്ക്? അതിനെങ്ങാനും തന്റെ ഈ കാലൊന്ന് പൊന്തിപ്പോയാല് പിന്നെ കൊത്തി അരിഞ്ഞ് പട്ടഷാപ്പിൽ കൊണ്ടുപോയി കൊടമ്പുളിയിട്ട് കറി വെച്ച് വെക്കും അമ്മായിയപ്പൻ, അല്ലല്ലോ? പറഞ്ഞു ജയിച്ചെന്ന് കരുതി തിളക്കണ്ട. നിന്നെ പിന്നെ കണ്ടോളാ ഈ വാഴക്കാലി. കണ്ടോളി പന്ന വണ്ടി എടുക്കോ. അത് കലക്കി. ഞാൻ പോട്ടെ കുഞ്ഞെ. ആ ചേട്ടാ, ദേ നിന്നെ ഒരു സെക്കൻഡ്. ദാ ഇത് വെച്ചോളൂ. അയ്യോ കുഞ്ഞെ, മീറ്ററിൽ കാണിച്ചത്. ഇന്നലെ വഴക്കിന്റെ ഇടയിൽ പ്രസംഗിച്ചില്ലേ, രാപ്പകൽ അധ്വാനം, വീട്ടിൽ പോറ്റാൻ 6-7 വയറെന്നൊക്കെ. ദാ ഈ രൂപ കൊണ്ട് ആ കൂട്ടത്തിലെ ഏറ്റവും ഇളയ വയറിന് ഒരുപാട് മിഠായി വാങ്ങിച്ചു കൊടുക്കണം. എന്നിട്ടൊരു വഴക്കാളി ചേച്ചി തന്നാന്ന് പറയണം. എന്താ പറയോ? അതെ, എന്റെ കയ്യിൽ എമ്പിടി കാശുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ദേ ഇതൊരു പ്രായശ്ചിത്വ. ഇന്നലെ വഴക്കിട്ടതിന് പ്ലീസ് വേണ്ടാന്ന് പറയരുത്. അയ്യോ കുഞ്ഞെ, എന്നാലും ഏയ് എന്താ ഇത്? വരട്ടെ.